സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായിരിക്കുന്ന ഭിന്നത അത് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല നേതൃത്വം നമ്മളിൽ കാണേണ്ടതുണ്ട്. സുധാകരൻ ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി എന്ന് പറയാൻ പറ്റില്ല. കാരണം പൂർണ്ണമായി വിധേയനായിരുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല. ഈ നേതാക്കന്മാരെല്ലാം തുടരെ ഡൽഹിയിൽ പോവുകയും കേരള ഹൗസിൽ തമ്പടിക്കുകയും ഗ്രൂപ്പ് ചേർന്ന് ഓരോ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യില്ല. സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ സണ്ണി ജോസഫിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായ സ്ഥലം കൂടിയാണ് പേരാവൂര്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു പ്രസ്താവന കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് അതിനോടൊരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു ചരിത്രമുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അതായത് കെ സുധാകരൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, ഈ സമയത്തുണ്ടാകുന്നത് അദ്ദേഹത്തിന് പേരാവൂരിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ്. ഈ സണ്ണി ജോസഫും കെ സുധാകരനും തമ്മിൽ വലിയൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കെ സുധാകരനെ സെറ്റിൽ ചെയ്യാനായിട്ട് KPCC AICC നേതൃത്വത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ലേ? സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായിരിക്കുന്ന ഭിന്നത അത് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല നേതൃത്വം നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇപ്പം KPCCയുടെ അന്തിമമായ തീരുമാനമായിരുന്നു MP-മാരും മത്സരിക്കേണ്ടതില്ല എന്ന്. പക്ഷേ ഇടക്കാലത്ത് ഈ ചർച്ചകൾ വളരെ രൂക്ഷമാവുകയും സുധാകരൻ മത്സരിക്കും എന്നും എല്ലാ മത്സരരംഗത്തേക്ക് വന്നില്ലെങ്കിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ സുധാകരന് ചില ഇളവുകൾ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നിരുന്നു. പക്ഷേ പിന്നീട് AICC നേതൃത്വം തന്നെ സുധാകരനുമായി സംസാരിച്ച് അത്തരത്തിൽ ഒരു കടുങ്കയിലേക്ക് പോകരുത്, അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള തീരുമാനമാണ്, MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പിന്നീട് സുധാകരനോട് കൃത്യമായി അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് സുധാകരനെ താൽക്കാലികമായി മരിക്കുക ചെയ്തത്. ഇടഞ്ഞ ആനയെ താൽക്കാലികമായി വെച്ച് മരിക്കെങ്കിൽ പോലും സുധാകരൻ ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി എന്ന് പറയാൻ പറ്റില്ല. കാരണം പൂർണ്ണമായി വിധേയനായിരുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല. രമേശ് ചെന്നിത്തല നേരത്തെ സുധാകരൻ മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതും നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പം ഈ KPCC നേതൃത്വത്തിൽ നിന്ന്, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുകയും പകരം സണ്ണി ജോസഫിനെ കൊണ്ടുവരികയും ചെയ്തതോടുകൂടിയാണ് ഇവർ തമ്മിലുള്ള അകൽച്ച ഏതാണ്ട് പൂർണ്ണമാവുന്നത്. നേരത്തെ നമുക്കറിയാം, കണ്ണൂരിൽ അദ്ദേഹം സുധാകരൻ DCC അധ്യക്ഷനായിരുന്ന സമയത്താണ് മന്ത്രിയാവുന്നത്. മന്ത്രി പദവിയിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് മറ്റാരെക്കുറിച്ചും ആലോചിക്കാതെ കൃത്യമായി സണ്ണി ജോസഫിനെ ഏൽപ്പിക്കുക. അത്രയും വിശ്വസ്തനായിരുന്ന, വിധേയനായിരുന്ന ഒരു നേതാവായിരുന്നു സണ്ണി ജോസഫ്. പക്ഷേ സണ്ണി ജോസഫ് പിന്നീട് DCC അധ്യക്ഷനാകുന്നു. സുധാകരൻ പിന്നീട് കുറച്ചും കൂടി വലിയ നിലയിലേക്ക് വരുന്നു, KPCC അധ്യക്ഷൻ വരെ ആവുന്നു. ഇതിന് ശേഷമാണ് സുധാകരനിൽ നിന്നും ഈ സ്ഥാനം എടുത്തു മാറ്റി ഒരു സുപ്രഭാതം, അറിയാലോ, ഒരു സുപ്രഭാതത്തിലാണ് സുധാകരൻ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുകയും അല്ലെങ്കിൽ മാറ്റപ്പെടുകയും. സുധാകരൻ മാറാൻ ഒരിക്കലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ ആരോഗ്യവാനാണ്. അതെ, ഇതിന്റെ ഒരു ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, സുധാകരൻ നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. 3 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു സുധാകരൻ. ഈ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി തന്നെ പ്രസിഡന്റ് ആക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അദ്ദേഹം ഹൈക്കമാൻഡിന് കത്ത് കൊടുക്കുകയും AICC ജനറൽ സെക്രട്ടറിമാരുമായിട്ട്, അതായത് KC വേണുഗോപാലുമായിട്ടും മറ്റ് നേതാക്കന്മാരൊക്കെ ആയിട്ട് നിരന്തരമായി സുധാകരൻ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ തനിക്ക് ആവശ്യപ്പെട്ട അർഹതപ്പെട്ട KPCC അധ്യക്ഷ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകും എന്നുള്ള പ്രഖ്യാപനം നടത്തി. നമുക്കറിയാം, സുധാകരൻ ഇടക്കിടക്കൊക്കെ BJP-യിലേക്ക് പോകും എന്നുള്ള ചില ഭീഷണികൾ അക്കാലത്ത് ഉയർത്തിയിരുന്നു. അതിൻ്റെ ഫലമായ അവസാനം അദ്ദേഹത്തിനെ KPCC അധ്യക്ഷനാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ഇലക്ഷനിലെ തോൽവിയോടുകൂടിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി സുധാകരനെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും അതേപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രണ്ടാമത് എലക്ട് ചെയ്യപ്പെട്ട ചെന്നിത്തലയ്ക്ക് അത്തരം സ്ഥാനങ്ങൾ നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും VD സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂരിപക്ഷം MLA-മാരുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് ആരാഞ്ഞതിന് ശേഷം AICC നേതൃത്വം മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇതിലാകെ ഒരു അഭ്യർത്ഥനയുള്ളതെന്ന് പറഞ്ഞാൽ,
മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ച അവിടെ നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു കൂട്ടുത്തരവാദിത്തം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഇല്ല എന്നുള്ളതാണ്. 71 സീറ്റ് എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് ചർച്ച അല്ല, അത്തരത്തിലുള്ള ചർച്ചകൾ വരണം. അതേപോലെ തന്നെ ജനങ്ങളുമായി നിരന്തരമായി, വോട്ടർമാർക്കിടയിൽ നിരന്തരമായി നിറസാന്നിധ്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നതിന് പകരം ഇവർ തമ്മിലുള്ള വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ഈ നേതാക്കന്മാരെല്ലാം തുടരെ ഡൽഹിയിൽ പോവുകയും കേരള ഹൗസിൽ തമ്പടിക്കുകയും ഗ്രൂപ്പ് ചേർന്ന് പിന്നെ ഓരോ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഇവർ തമ്മിലടിക്കില്ലെന്നും ഇവരെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ കൃത്യമായ 5 വർഷക്കാലം കേരളത്തിൽ നല്ല ഭരണം, സദ്ഭരണം കാഴ്ചവെക്കുമെന്നും വലിയ വികസന കാഴ്ചപ്പാടുള്ള ഒരു മുന്നണിയാണ് UDF എന്നൊക്കെ ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ആരായിരിക്കണം മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് നിരന്തരമായ ചർച്ചകളാണ് വരുന്നത്. ഇപ്പം പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് തീരുമാനിച്ചതിന് ശേഷവും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഒരു TV ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ സുധാകരൻ പറയുന്നു, ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റിയിട്ടില്ല, എൻ്റെ നിർദ്ദേശം അതാണ് എന്നുള്ളത്. ഇപ്പം സുധാകരൻ ഇനി ഈ UDF ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് വലിയ പോരാളിയായി മാറും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു മെസ്സേജാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല AICC നേതൃത്വവും അതുപോലെ തന്നെ KPCC നേതൃത്വം ഒന്നും എന്നെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തെ തള്ളിക്കളയാനോ പറ്റാത്ത രീതിയിൽ ഞാൻ വലിയ നേതാവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് സുധാകരൻ ചെയ്യുന്നത്. ഇതാണ് CBI പറഞ്ഞിടത്തേക്ക് എത്തുന്നത്. ഇത് പേരാവൂരിൽ, ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു 2 നേതാക്കന്മാർ തമ്മിലുള്ള പോരാട്ടമാണെന്നത് മാത്രമല്ല, ദീർഘകാലമായി സുധാകരനൊപ്പം പ്രവർത്തിക്കുകയും സുധാകരൻ്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ജോസഫിനെയും സംഘത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നീക്കം പരസ്പരം നടത്തുന്നുള്ളതാണ്. ഇപ്പം സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ സണ്ണി ജോസഫിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായ സ്ഥലം കൂടിയാണ് പേരാവൂര്. അതായത് ഞാനിപ്പോൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, VD സതീശൻ എങ്ങനെയാണോ സണ്ണി ജോസഫിനെ ഒതുക്കിയതെന്ന് ചോദിച്ചാൽ, സണ്ണിച്ചേട്ടന് മന്ത്രിയായാൽ മതിയല്ലോ, വേറൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, ആ ഒരൊറ്റ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ സണ്ണി ജോസഫ് പോലും ഈ K സുധാകരനെ തള്ളിപ്പറയാനായിട്ടും K സുധാകരനെതിരെ പ്രസ്താവന ഇറക്കാനായിട്ടും തയ്യാറാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ സണ്ണി ജോസഫ് മനസ്സിലാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. KK ശൈലജയെ പോലെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു എതിരാളിയാണ് എതിരായിട്ട് നിൽക്കുന്നത്. ആ സമയത്തൊക്കെ K സുധാകരനെ പോലെയുള്ള ഒരു ഫാൻ ബേസ് ഉള്ള, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഫാൻ ബേസ് ഉള്ള K സുധാകരനെ പോലെയുള്ള ഒരാൾക്കെതിരെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അല്ല, ഈ സണ്ണി ജോസഫ് ഇന്ന് പറഞ്ഞൊരു ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അങ്ങനെ മുഖ്യമന്ത്രിയെ ആരും പ്രവചിക്കേണ്ട എന്നുള്ളതാണ്. അതായത് സുധാകരനെ പ്രവാചകനായി അല്ലെങ്കിൽ പ്രവചിക്കുന്ന ആളായിട്ട് ആണ് ഇത് കണ്ടിരിക്കുന്നത്. കൃത്യമായി പറയാം, KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ സണ്ണി ജോസഫിന് വളരെ കൃത്യമായി പറയാം സുധാകരൻ ഈ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന അരുത് എന്ന്. പക്ഷേ സുധാകരനെ പേരെടുത്ത് പറയാൻ ഉള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആരും പ്രവചിക്കരുത് എന്ന് പറഞ്ഞത്. പ്രവചനം നടത്തിയ ആകെ 2 പേരേ ഉള്ളൂ ശരിക്കും. പരസ്യമായി പ്രവചനം നടത്തിയ 2 പേര്, ഒന്ന് PJ കുര്യനാണ്, ഒന്ന് K സുധാകരനാണ്. ഇപ്പം PJ കുര്യൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു അത് ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ എൻ്റെതായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതല്ല, അത് AICC നേതൃത്വം ഹൈക്കമാൻഡും ചേർന്ന് തീരുമാനിക്കും എന്നുള്ളത്. അപ്പം ഇവർ ഭൂരിപക്ഷം കിട്ടിയ അല്ലെങ്കിൽ UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ AICC നേതൃത്വം MLA മാരുമായി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ഭൂരിപക്ഷം ആരെയാണോ അംഗീകരിക്കുന്നത് അവർ മുഖ്യമന്ത്രിയാവുമെന്നാണ് ഇപ്പം പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ VD സതീശൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവില്ല. VD സതീശനല്ല ഏറ്റവും കൂടുതൽ അന്ന് MLA മാർ പിന്തുണച്ചത് എന്ന് എല്ലാവർക്കും രമേശ് ചെന്നിത്തലയായിരുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തലക്ക് അനുകൂലമായ ഒരു നിലപാട് MLA മാർ എടുത്താൽ പോലും, ഭൂരിപക്ഷം MLA മാർ എടുത്താൽ പോലും ചിലപ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നില്ല. അത് ഇടക്കിടക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ശേഷം പ്രളയം എന്ന് തീരുമാനിച്ച നേതാവാണ് സുധാകരൻ. കാരണം എല്ലാ ഏകാധിപതികളും അങ്ങനെയാണ്. സുധാകരൻ ഏകാധിപതിയാണ്. കാരണം വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ പോലും സുധാകരന്റെ കഴിഞ്ഞ 40 വർഷക്കാലത്തെ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ശൈലി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ കാലത്തും ഏകാധിപത്യ പ്രവണത കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പോലും അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏകാധിപത്യ പ്രവണതയാണ്. അപ്പോൾ ഒരു ഏകാധിപതിയെ എങ്ങനെയാണ് കീഴടക്കേണ്ടതിനെ കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്നതെന്നുള്ളത് നമ്മൾ ഇതിൽ കാണേണ്ടത്.